ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, ഇപ്പം ഇന്ന് കളിക്കാൻ പോകുന്നത് കാർ സീറ്റാണ്. സോ ഗൈസ്, കാർ സീറ്റിന്റെ ഒരു സീരീസ് പോലെ തുടങ്ങാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഫസ്റ്റ് എപ്പിസോഡാണ്. സോ ഗൈസ്, വീഡിയോ കാണാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഫ്രണ്ട്സും കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഗൈസ്, ഞാനെല്ലാം തുടങ്ങി വെച്ചിട്ടുണ്ട്. റേസസ് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്തെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ഫസ്റ്റ് റേസ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് കാർ ഡെലിവറി പാർട്ടുകൾ സംഭവമൊക്കെ ഉണ്ട്. അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കണം. ഇന്നൊരു റേസും ഒരു ഡെലിവറി പരിപാടി ചെയ്ത് നോക്കാം. ഏതാണ് ലാഭം നോക്കാം, എന്നിട്ട് അതങ്ങനെ ചെയ്യാം. ഫസ്റ്റ് റേസ് എവിടെ നോക്കാം, മാർക്ക് ചെയ്യാം. കുറെ പേരുടെ ചെയ്ത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് റേസ് പോകും. യെസ്, ഫാസ്റ്റ് ട്രാവൽ ചെയ്യാം. ഓക്കെ സാർ, ഫസ്റ്റ് റേസ് റിസൾട്ട് എത്തിയിട്ടുണ്ട്. ദ പാത്ത് ഓഫ് ദ സ്റ്റാർസ് എന്നാണ് അതിന്റെ പേര്. ഇത് ക്ലബ്ബല്ല തോന്നുന്നു റേസ്, ഒറ്റ റേസ് ഉള്ളത് തോന്നുന്നു. സ്പ്രിന്റ് റേസ് ആണ്. ഓക്കെ, സ്റ്റാർട്ട്. ഓക്കെ, ഓ എല്ലാവരും സെറ്റ് കാറാണല്ലോ. അത് മാത്രമേ ഒരു പാട്ടക്കാരെടുത്ത് വന്നിട്ടുണ്ട്. കാറും കൂടെ അല്ല, പിക്കപ്പാണ്. പിക്കപ്പിന്റെ ബേസ് ആണല്ലോ. ഇതിനകത്ത് എൻട്രീസ് ഭയങ്കര പ്രശ്നമാണ് ഈ സീരീസിന്റെ ഇടയിൽ. മഴയാണ് നമ്മൾ വന്നിരിക്കും. ഓ, മഴ വിചാരിച്ച വലിയ കേട്ടോ, മഴ സ്പീഡ് കുറവാ. നമ്മൾക്ക് ചെറിയൊരു ആക്സിലേഷൻ മാത്രമേ കൂടുതലുള്ളൂ. ഓക്കെ, ഇതേ സ്പീഡ് സിമ്പിൾ. ഇതിന്റെ ടിപ്പ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ താഴെ കമന്റ് ചെയ്യാം, നോക്കുന്നതായിരിക്കും. ഈ ട്രക്ക് മേടിക്കാൻ പറ്റുമോ? മേടിക്കാൻ പറ്റാവില്ലേ? കാർ സ്ട്രീറ്റ് അല്ലേ? ഓക്കെ, ഇന്നലെ 52% കുറച്ചുകൂടെ പോകും. പറഞ്ഞു കേട്ടാ, ട്രെയിനിന്റെ എൻട്രീസ് ഇങ്ങനെ വരും. അത് ഭയങ്കര പ്രശ്നമാണ്. ചിലപ്പോ ശ്രദ്ധിക്കില്ല, അവരെ പോയിരിക്കും. കാണാൻ രസമില്ല, ഭയങ്കര ഗ്രാഫിക്സിന്റെ ഫുൾ ഗ്രാഫിക്സ് അല്ലേ. ഗ്രാഫിക്സ് ഇട്ടുണ്ടെങ്കിൽ റെക്കോർഡിന് സമയത്ത് ലാഗ് അടിക്കും. അവിടെ ഫുൾ ഗ്രാഫിക്സ് ഇട്ടിട്ടില്ല. അയ്യോ, സീനില്ല, നല്ലോണം ലീഡിലായിരുന്നു. പിന്നല്ല, സിമ്പിൾ 2000 രൂപ. ഓക്കെ, കഴിയും. ഓ, കച്ചിനാണ് എന്താ പരിപാടി? ഈ കാറിക്ക് കിട്ടും. ഇത് ബോസ് അല്ലേ? ഓ, ഇനി വേറെ റേസ് ഉണ്ടാ? അത് കഴിഞ്ഞേട്ടാ. അടുത്ത റേസിന്റെ. ഓ, ഇത് ക്ലബ്ബ് തന്നെയാവും റേസ്. ഫസ്റ്റ് റേസ്, അതെ അതെ. ഇത് ട്യൂട്ടോറിയൽ പോലെയാണോ? ഫസ്റ്റ് റേസ് കഴിഞ്ഞു, ഇതിപ്പോ അടുത്ത റേസ് വന്നിട്ടുണ്ട്. രണ്ട് മൂന്ന് റേസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അല്ല, ഇത് ക്ലബ്ബാണ്. ഇത് ക്ലബ്ബ്, വൈൽഡ് യൂണിവേഴ്സിന്റെ ക്ലബ്ബ്. അപ്പൊ ഈ റേസ് ഫിനിഷ് ആയിട്ട് വേണം അങ്ങോട്ട് പോകണം. 3 റേസ് അതെന്താണാവോ? അത് നോക്കി നോക്കാം. ഇവിടെ റേസ് ആണ്. ഇത് റേസ് ആണോ?
ഇതൊക്കെ ഇഷ്ടം. ഇവിടെ ഫോണുണ്ട്. റേസ് അല്ല കേട്ടോ, അത് ട്യൂട്ടോറിയൽ പോലെ സംഭവമാണ്. നമ്മളങ്ങോട്ട് കൊണ്ടുപോകും. അത് കണ്ട അത് നമ്മുടെ സേഫ് ഹൗസ് കാണിച്ചിട്ടുണ്ട്. മാപ്പിൽ കാണണ്ടേ സേഫ് ഹൗസ്? അതല്ലേ, ട്യൂട്ടോറിയലാണ്. ഓക്കെ ഓക്കെ, യെസ് യെസ്. ഓ ഓക്കെ ഓക്കെ. നമുക്ക് 3 കാർ കൂടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് സംഭവം. 3 കാർ സ്റ്റോർ ചെയ്യാം. എൻ്റെ ഒരു കാറുള്ളൂ. സ്ലോട്ട് അതിനുവേണ്ടി മേടിക്കണം. അതിപ്പോ വേണ്ട, ഒരു കാറിലുള്ളൂ. ഇതാണ് നമുക്ക് പാർക്കിംഗ് സ്ലോട്ട് അല്ലേ? ഇതൊന്ന് സംഭവം. അത് പിന്നെ നമ്മൾ റേസ് ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലായി ഇങ്ങനെ പരിപാടി. ഇനി നമുക്ക് മറ്റേ കാർ ഡെലിവറിയുടെ പരിപാടി ചെയ്തോട്ടെ. അതിൽ നമുക്ക് വെറൈറ്റി കാറുകൾ ഓടിക്കാൻ പറ്റും. കാർ ഡെലിവറി ഇത് ലോക്കാണ്. അൺലോക്ക് ആയാ ഞാന് എന്റെ പൈസ പോയി. ഞാൻ അറിഞ്ഞില്ല. 15,000 രൂപ പോയി. ഓക്കെ, ഞാൻ അതിനകത്ത് തൊട്ടുള്ളൂ. പറഞ്ഞില്ല. ഓക്കെ, ചന്ദ്രനോട് എത്തിയിട്ടുണ്ട്. നമ്മുടെ കാറിന് പിന്നിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ കറക്റ്റ് അതിന്റെ ഫ്രണ്ട് കൊണ്ട് വർക്ക് ചെയ്തേ. ഓക്കെ, 5000 32 R32. അങ്ങനെയാണ് 32 ആർന്നു കൊടുത്തത്. ഈ ഗെയിമിൽ എങ്ങനെയാണ് ലൈസൻസ് കാറല്ല, അതുകൊണ്ട് പേരും ഡിസൈനൊക്കെ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും. പിന്നെ കാർ ഡെലിവറി ചെയ്യുമ്പോൾ വണ്ടിക്ക് ഹെൽത്ത് ഉണ്ട്. ലെഫ്റ്റ് സൈഡിലെ മാപ്പിന്റെ സൈഡിലായിട്ട് കാണാം 100%. അതാണ് വണ്ടിയുടെ ഹെൽത്ത്. അത് ഫുള്ള് തീർന്നു കഴിഞ്ഞാൽ ഇത് ഫെയിലാവും. അങ്ങനെ നമുക്ക് 3 പ്രാവശ്യം എന്തോ റീഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത് പോകും. പിന്നെ വീണ്ടും റിഫ്രഷ് അവിടെ വെയിറ്റ് ചെയ്യണം. ശരിക്കിനകത്ത് നമ്മൾ വേസ്റ്റ് ചെയ്യണ്ട. ഈ കാർ ഡെലിവറിയും പാർട്ട് ഡെലിവറിയും മാത്രം ചെയ്താൽ മതി. വല്ല റിസ്കും ഇല്ല. സിമ്പിളായിട്ട് കുറെ പൈസ ഉണ്ടാക്കാം. ഭാഗ്യമുണ്ട്, തട്ടിയില്ല. ഇവര് ഡാമേജ് പെനാൽറ്റി ആയിട്ടൊന്നുമില്ല. ഫുള്ള് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ ഫെയിലോ അത്രേ ഉള്ളൂ. അല്ലാണ്ട് 100% ഹെൽത്തിന് കൊണ്ടെത്തിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അവിടെ എത്തിച്ചാൽ വേണ്ടി അത്രേ ഉള്ളൂ. ഇങ്ങനെ പടത്തിന് മുമ്പ് ബ്രേക്ക് കിട്ടുന്നുണ്ടോ? അയ്യോ നെഞ്ചിരോ നോക്ക് വിഷയമാണോ? കയ്യിലെ മൂവ്മെന്റ് വരുമ്പോ കൊള്ളാവാറുണ്ട്. ഇന്റീരിയറുള്ള കാണുന്നതൊക്കെ ലൈക്ക് ചെയ്യും. ഇത് സീരീസൊക്കെ കണ്ടിന്യൂ ആണെന്നൊക്കെ പറയാം. വേറെ ഗെയിം കളിക്കണോ? ഓക്കെ, ഇത് ഞാൻ ഇടിച്ചല്ല. ഫുൾ ഹെൽത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കാണിക്കുക. അത് കാണിക്കാൻ വേണ്ടിട്ട് ഇടിച്ചാണ്, അല്ലാണ്ട് വേറെ പ്രശ്നമില്ല. റീറ്റ് അടിക്കാം. ഓക്കെ, പറഞ്ഞത് മറന്നുപോയി. അത് ഓർമ്മ പറഞ്ഞ ഓക്കെ. വീട് പാലത്തിലെത്തി. അപ്പൊ പോയേനെ. ഇപ്പൊ തന്നെ 60% കേസ്.
ഈ കാറുകൾ ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങോട്ട് പൈസ കൊടുക്കാണ്ട് വെറൈറ്റി കാർ ഓടിക്കാൻ പറ്റും. മറ്റേത് നമ്മൾ കാറ് മേടിക്കണം, ഇത് അതിന്റെ ആവശ്യമില്ല. കാറ് ഓടിക്കുകയും ചെയ്യാം, പൈസ ഇങ്ങോട്ടും കിട്ടും. അതാണ് ഇതിന്റെ ഒരു ഗുണം. അല്ല, അതാണ് NPCs ശരി ഡിസൈൻ ചെയ്യുന്നത് ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ, എന്തായാലും എത്താറായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ക്രാഷ് ആവാൻ തന്നെ മതി. പറഞ്ഞു തീർന്നുള്ളൂ അപ്പഴത്തേക്ക് ഇടിച്ചു. ഓക്കെ, എന്തായാലും വണ്ടി ഇവിടെ എത്തിച്ചിട്ടുണ്ട്, സമാധാനായി. വേണ്ട, ഡാമേജ് എന്തെങ്കിലും ഫുൾ പൈസ കിട്ടും, അതിന് വ്യത്യാസമൊന്നുമില്ല. നൈസ് കോസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും പാഴ്സൽ ഡെലിവറി കൂടി ഉണ്ട്, അതുകൂടെ ചെയ്ത് നോക്കാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അല്ല അവര് വണ്ടി വരും, ഈ രണ്ട് വണ്ടി ഉണ്ടാ. ഈ പ്രശ്നം അതിന് ഞെക്കൂല. നേരത്തെ പോലെ രണ്ടാമത്തെ ലോക്കായിട്ട് കാണിക്കുന്നുണ്ട് ഗൈസ്. ഇത് ഞാൻ നേരത്തെ പറയണ ഞെക്കി, അതുകൊണ്ടാണ് അതാണല്ലോ കയ്യത്. അത് ഇപ്പൊ വേണ്ട, ഇപ്പൊ 10,000 ഉള്ളൂ, അത് കഴിക്കണേ അത് പോവും. അപ്പൊ ഈ രണ്ട് വണ്ടിയില് 3 വണ്ടി ഇത് നമുക്ക് തരും. വണ്ടി നമ്മോട് ഡെലിവറി ചെയ്യാൻ പറയും. ഇപ്പൊ ഫാസ്റ്റ് ആയാലും കുറെ പൈസ വേണ്ട ഓടിച്ചു പോവാം. 3.6 കിലോമീറ്റർ ഉള്ളൂ. ഈ വണ്ടി നമുക്ക് ചെയ്തിട്ട് പ്രശ്നമില്ല. ബട്ട് പാർസൽ ഡെലിവറിയുടെയും മറ്റേ കാർ ഡെലിവറിയുടെയും മനസ്സിലായി. അതിനകത്ത് പിന്നെ വേറെ അവരുണ്ട്. ഈ അതിനുള്ള ഡെലിവറിയിൽ കുറച്ച് ഡാമേജ് വരും. വൈൻഡിന് വേണ്ടിയിട്ട് ചില കുറെ ഡാമേജ്. ഡെലിവറിയിൽ ചെറിയ ഡെലിവറിയും ഭയങ്കര ഡാമേജ് വരും. അങ്ങനെ വ്യത്യാസം. അതിനാണ് നേരത്തെ പെട്ടെന്ന് പോയത്. മറ്റേ ചെറിയ ഡെലിവറി ആണെങ്കിൽ അത്ര ഡാമേജ് വരില്ല. ദൂരം അതുപോലെ വ്യത്യാസം ഉണ്ടാവും. അത് റാൻഡം തോന്നും. ദൂരം ഓരോ മാറി മാറി ഇത്രല്ല. ആണ് കാര്യം. അതോടെ പോയതല്ലടാ. ഓക്കെ, തന്നെ അവിടെ തിരുന്നാണ്. ഏതാ 360 അല്ലേ വിഷയം? അത് ഞാൻ മലപ്പുറം അടിച്ചോണ്ട, അത് റൊട്ടേഷൻ കിട്ടാൻ നമുക്ക് ഇതുപോലെ ചെയ്യാം. റൊട്ടേഷൻ കേട്ടോ, എല്ലാ വീഡിയോയിലും ഒരു കാർ ഡെലിവറിയും പിന്നെ കുറച്ച് റേസ്. അതാണ് നമുക്ക് വെറൈറ്റി ആയിട്ട് കാർ ഓടിക്കാം. അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇതെല്ലാം 3000 രൂപയാണ് പിക്കപ്പ്. ഇതിനകത്ത് 2 ഡെലിവറി എന്തോ ഉണ്ടാവും. മറ്റേതിനകത്ത് നമുക്ക് 3 ഡെലിവറി ഉണ്ട്. പിന്നെ ടൈമർ നോക്കണ്ട, 10 മിനിറ്റ് ഉണ്ട്, അതൊന്നും നേരം എടുക്കില്ല. പിന്നെ ഈ ഫാസ്റ്റ് ഡെലിവറിനകത്ത് നമുക്ക് GPS ഇല്ലേ, നമ്മളിങ്ങനെ മാപ്പ് നോക്കി വഴി കണ്ടുപിടിച്ച് പോകണം. എത്ര ആൾക്കാർക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല, ലൊക്കേഷൻ സെറ്റ് ചെയ്യാൻ പറ്റില്ല മാപ്പ് GPS. അതുകൊണ്ട് മാപ്പ് നോക്കി നോക്കി പോകണം. അതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് കുറെ ടൈം ഉള്ളത്. ഈ 10 മിനിറ്റ് ഒന്നും എടുക്കില്ല ഡെലിവറി, കുറച്ചേ എടുക്കുള്ളൂ. പക്ഷെ ഇതിനാണ് ഒരു ടാസ്ക്. ഇതിനകത്ത് മാപ്പ് പോയി കണ്ടുപിടിക്കാൻ എളുപ്പമുള്ള കാര്യമില്ല. മനസ്സിലാവില്ലേ, കുറെ വഴി അങ്ങനെ നോക്കിയുണ്ട്. ഭയങ്കര വലിയ മാപ്പാ. ഹിന്ദി വണ്ടി ഇങ്ങനെ പോണ. ഇതിപ്പോ ഇത് ഏത് വഴി കയറണം? ഞാൻ വഴി കയറി വെക്കാം. ഇതുവഴി കയറി എത്തുന്നു. റൈറ്റ് എടുക്കാം. ഇതാണ് ലൊക്കേഷൻ കാണിക്കണത്. ഞാൻ ആകട്ടെ എങ്ങനെ പോകും? എവിടെ ഇത്? ഇതിന് ഡാമേജ് ഉണ്ട്, ഞാനൊന്ന് മറന്നുപോയി. ഇത് എവിടെ ഡെലിവറി ഉണ്ട്?
ആ ഓ, ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ കണ്ടില്ല. ഷോപ്പിംഗ് മാൾ വെയർ ഹൗസ്, ഷോപ്പിംഗ് മാളിലേക്കാണ് ഡെലിവറി. ഓക്കെ, ഇനി അടുത്ത ഡെലിവറി കഴിഞ്ഞ എവിടെയാ? അത് ബാക്കിലാണ്. ഓക്കെ, ഒരുപാട് ഡെലിവറി ഇപ്പോൾ ടൈം രജിസ്റ്റർ ചെയ്തോണ്ടാ. ഓരോ പാർട്ടിന് നമുക്ക് 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. 10 അല്ല, 10.5 ഇട്ടണോ? നല്ല സമയം ഇഷ്ടംപോലെ സമയമുണ്ട്. ഡാമേജ് ആണ് പ്രശ്നം. പക്ഷേ ഇവിടെ ഹെൽത്ത് ഒന്നും അതുകൊണ്ട് പോയാ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഈ 2 ഡെലിവറി റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഒരെണ്ണം മാത്രമല്ല, മറ്റേതും കൂടെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. നോക്കി ഓടിക്കണം. ഇതിപ്പോ കഴിയും. എവിടെ എത്തി? നമ്മൾ നടക്കണം. ഇതെടുത്താലും മതി, പുറത്തോടെ കറങ്ങി വരേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഇതെവിടെയത്? RPM ഗാരേജിക്കുള്ളതാ. ഓക്കെ, അങ്ങനെ ഇന്ന് നമ്മൾ ഒരു റേസ് ചെയ്തു, കാർ ഡെലിവറി ചെയ്തു, പാർസൽ ഡെലിവറി ചെയ്തു. ഓക്കെ, എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ആൻഡ് ദിസ് ഇസ് സൈനിങ് ഔട്ട്.